പാമ്പാടിനകത്ത് മുടങ്കല്ലില്ലേ ചെറുപ്പത്തിലെ കൊണ്ടുവന്നല്ലേ? ചെറുപ്പത്തിലെ കൊണ്ടുവന്ന അവിടെ ഒരു കൈത്തോടുണ്ടായിരുന്നു. ആ കൈത്തോട്ടിൽ അതിനെ കുളിപ്പിക്കുമ്പോൾ അതിങ്ങനെ ഓടും, പിള്ളേർ ഓടുന്ന പോലെ. പിള്ളേർ ഓടി കുന്നപ്പാളത്തിനെ ചെന്ന് അവർ പിടിച്ചോണ്ട് വരുന്നത്. പിടിച്ചോണ്ട് വന്ന് പിന്നെ ഇട്ട് കുളിപ്പിക്കും. അങ്ങനെ അതിനെ കുഞ്ഞിലേ കൊണ്ടുവന്ന. പണ്ടത്തെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേന്? ഡ്രസ്സോ? പവാടയും ബ്ലൗസും. വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യമല്ലേ ഡ്രസ്സ് എടുക്കുള്ളായിരുന്നു? അത്രേ ഉള്ളൂ. അതിനുള്ള നമുക്ക് സാമ്പത്തികം ഉള്ളല്ലോ, ഒരു പ്രാവശ്യം എടുക്കുള്ളൂ. സ്കൂൾ തുറക്കുമ്പോൾ എടുക്കും. ഓണത്തിനൊക്കെ എടുക്കുമോ? ഓണത്തിന് ചിലപ്പോൾ. അല്ലാതെ സ്കൂൾ തുറക്കുമല്ലോ, അന്നേരം ആദ്യം സ്കൂളിൽ പോകാൻ നേരത്ത് പുതിയത് ഇട്ടുകൊണ്ട് പോകും. അന്നേരം പുതിയത് എടുക്കും. അന്ന് ഉച്ചക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ? ഞങ്ങളൊന്നും പഠിച്ചപ്പോൾ ഉച്ചക്കഞ്ഞിയൊന്നും ഇല്ല. കൊണ്ടുപോകാം? ഞാൻ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് വീട്ടിൽ ഒന്നും കഴിക്കാം, അതിനുള്ള ദൂരം ഞങ്ങൾക്കുള്ളൂ. കറിയോ? അന്ന് കറിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്നതേലും വലിയൊരു കറിയാണോ, ഒരു തോരനോ, ഒരു സാമ്പാറോ അത്രയൊക്കെ കാണുള്ളൂ. അതെൻ്റെ അച്ഛൻ വെട്ടുന്നിടത്ത് ഞാൻ രാവിലെ അച്ഛന് വെട്ടുന്നിടത്ത് കാപ്പി കൊടുത്തിട്ട് വന്നിട്ട് സ്കൂളിൽ പോണേ. അന്നേരത്തേന് സ്കൂളിൽ പോകുമ്പോൾ പകുതി ആകുമ്പോഴത്തേനും ബെല്ലടിക്കും. പിന്നെ അവിടുന്ന് ഓടി കുളിച്ചെല്ലും. കുട്ടിയമ്മയുടെ കല്യാണം എങ്ങനെയായിരുന്നു? ഏത് സമയത്തായിരുന്നു? ഞങ്ങളുടെ കല്യാണം 62-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. എനിക്കന്ന് 18 വയസ്സേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് ഞാൻ 7 വരെയല്ലേ പഠിച്ചുള്ളൂ. 7 വരെ പഠിച്ചപ്പോഴത്തേന് 7 വരെ പിന്നെ 12 വയസ്സിൽ പഠിത്തം നടത്തിയല്ലോ. പഠിത്തം പോകാൻ ഒത്തില്ല. പിന്നെ അനിയത്തിയെ പ്രസവിച്ച് കിടന്നു, വീട്ടിൽ ആളില്ലായിരുന്നു. അന്നേരം ഞാൻ വീട്ടിലിരുന്നു. അങ്ങനെ എൻ്റെ പഠിത്തം പോയി കഴിഞ്ഞ് പിന്നെ ചുമ്മാ വീട്ടിൽ നിന്ന് 18 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. ഞങ്ങൾ 5 പേര്, 3 ആണും 2 പെണ്ണും. അവരെല്ലാം ഓരോരുത്തരെ സ്നേഹിച്ച് കൊണ്ടുവന്നവരും ഉണ്ട്, അല്ലാതെ കെട്ടിച്ചവരും ഒക്കെ ഉണ്ട്. 3 ആണുങ്ങളല്ലേ, അവർ 2 പേരും സ്നേഹിച്ച് കെട്ടുമായിരുന്നു. നല്ല ഓണാഘോഷമൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഊഞ്ഞാലാടുകയും നല്ല ഡ്രസ്സ് എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്നത്തെ പോലെയല്ല, നല്ല ആഘോഷമായിരുന്നു ഓണത്തിന്. ബന്ധുവീട്ടിലൊക്കെ ഓണത്തിന് പോകും. അമ്മ വീട്ടിൽ പോകും. എൻ്റെ അമ്മ വീട് മാമൂടാ, അവിടെയൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു ഓണത്തിന്. എന്തോ അവധിക്കൊക്കെ പോകും, ഓണത്തിനും പോകുമായിരുന്നു. അത് ബസ്സിനാണ് പോകണം. അന്നൊക്കെ ബസ്സിനാണ്. അന്ന് പിന്നെ ഞങ്ങൾ മാതിരത്തിൽ നിന്നാണ് ബസ്സിന് പോകണം. മാതിരത്തിൽ നിന്ന് വണ്ടി കയറിയാൽ മാമൂട്ടിൽ ഇറങ്ങാം. അന്ന് 4 അണയേ ഉള്ളൂ. 4 അണ അന്ന്. ഇന്നത്തെ 25 പൈസ, അന്നത്തെ 4 അണ അത്രേ ഉള്ളൂ. മാതിരത്തിൽ നിന്ന് മാമൂട്ടിൽ ഇറങ്ങുന്നതിന് 4 അണയേ ഉള്ളൂ. അവിടുന്ന് പിന്നെ അമ്മയുടെ വീട്ടിലോട്ട് ശകലം നടന്ന് കയറി പോയാൽ മതി. സിനിമ കാണാൻ പോകും. എന്താ? പാമ്പാടി തിയേറ്റർ ഉണ്ടായിരുന്നു. പാമ്പാടി ഞങ്ങൾ ഒത്തിരി സിനിമ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അച്ചാച്ചി പണിക്ക് പോയിച്ചേ നല്ല പടം വരുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി കാണും. സീത കണ്ടിട്ടുണ്ട്, പിന്നെ ഭാര്യ കണ്ടിട്ടുണ്ട്, സാമ്യയ്യപ്പൻ. അന്ന് 4 അണയും 5 അണയും ഒക്കെ ഉള്ളൂ ടിക്കറ്റിന്. അണയാന്നൊക്കെ. ബെഞ്ചും കസേരയും ഫസ്റ്റ് ക്ലാസ്സും. ഫസ്റ്റ് ക്ലാസ് ഏറ്റവും പുറകെ പൊക്കത്തിൽ, ബെഞ്ച് തീരത്താണ്. പിന്നെ തറയുണ്ട്, കസേരയുണ്ട്, മറ്റേതുണ്ട് പൊക്കത്തിൽ. എന്തോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഇടവേളയൊന്നും അന്നില്ല. അന്ന് ഞങ്ങൾ ചൂട്ട് കെട്ടിയാണ് പോണേ. അന്ന് ലൈറ്റ് ഇതുപോലെ ടോർച്ച് അന്നൊന്നും അങ്ങനെ ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് ചൂട്ടും കെട്ടിക്കൊണ്ടാണ് പോണേ സിനിമ കാണാൻ. സിനിമ കാണാൻ പോകുമ്പം അവിടെ ഒരു മാടമുണ്ട്. ആ മാടത്തിൻ്റെ അവിടെ കൊണ്ട് ആ ചൂട്ട് കറ്റ വെച്ചിട്ട് സിനിമ കണ്ട് ചരിഞ്ഞ് വരുമ്പോൾ ആ ചൂട്ട് കത്തിച്ചുകൊണ്ട് പോരും. അന്ന് എങ്ങനെ ഈ അന്നത്തെ ആഹാരമൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നല്ലേ എല്ലാവരും ഇടയ്ക്ക് ബീഫും ചിക്കനും മീനൊക്കെ മേടിക്കുന്നത്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നല്ലോ, കുറവല്ലായിരുന്നോ? അന്നൊക്കെ ഞങ്ങളുടെ അച്ഛൻ വെട്ടാൻ പോയിച്ച് വരുമ്പോഴേ അച്ഛൻ വെട്ടുന്ന തോട്ടത്തിൽ കശാപ്പ് കാണും. കശാപ്പുള്ളിടത്തുനിന്ന് പിന്നെ അച്ഛൻ തല മേടിച്ചെന്ന് വരും. കന്നുകാലിയുടെ തല അത് കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിൽ വെച്ച് അത് വെട്ടിയെടുത്ത് കറി വെക്കും. എന്നിട്ട് അതിൻ്റെ തലച്ചോറ് ഞങ്ങൾ കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച് തിന്നും. നല്ലതായിരുന്നു അന്ന്. മീനോ? മീൻ ഇങ്ങനെ തല ചുവന്നുകൊണ്ട് വരികയല്ലേ. നമ്മുടെ റോട്ടേ വരുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് മേടിക്കും മത്തിയൊക്കെ. ചെമ്പല്ല, ഈ കൊട്ടക്കകത്താണ്. അന്ന് 4 അണയ്ക്കൊക്കെ മത്തി മേടിച്ചാൽ 10-16 മത്തി കിട്ടും. ഞങ്ങൾ പുല്ലെഴുത്തിലാണ് താമസിച്ചത്.
അവിടുന്ന് ഞങ്ങൾ പാമ്പാടി ചന്തയ്ക്ക് ശനിയാഴ്ചയും ബുധനാഴ്ചയും പാമ്പാടി ചന്തയ്ക്ക് പോകും. അവിടെ ചെന്ന് മീനും ഉണക്കമീനും പച്ചമീനും എല്ലാം മേടിക്കും. ചിക്കൻ അധികം ഇല്ലായിരുന്നു തോന്നുന്നല്ലേ? കോഴിയോ? കോഴിയൊക്കെ നമ്മൾ ഇങ്ങനെ മേടിക്കാനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. വീടുകളിൽ വളർത്തുകയല്ലേ, വളർത്തിയിട്ട് അതിനെ കണ്ടിച്ച് കറി വെക്കണം. ഇങ്ങനത്തെ ഫാമൊന്നും അന്നില്ല. നമ്മൾ വീടുകളിൽ കോഴികളെ വളർത്തിയിട്ട് നമ്മൾ ആവശ്യം വരുമ്പോൾ അതിനെ ഒന്നിനെ പിടിച്ച് കണ്ടിക്കും, എന്നിട്ട് കറി വെക്കും. കണ്ടത്തിൽ കൊയ്യാൻ പോകും. കണ്ടത്തിൽ കൊയ്യാൻ പോയി കൊയ്ത് മെതിച്ച് നെല്ല് കൊണ്ടുവന്ന് അത് പൊഴിഞ്ഞുണങ്ങി കുത്തി ചോറൊക്കെ വെക്കും. മറ്റേ റേഷനരി ആകുമ്പോൾ നമുക്ക് ശകലച്ചേ വെക്കാൻ പറ്റുള്ളല്ലോ. പിന്നെ ഈ നെല്ല് നമ്മൾ കുത്തി വെക്കുമ്പം ആ കണക്കില്ലല്ലോ, അതിനേറെ ഇട്ട് വെക്കും. അങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒത്തിരി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞതാണ്. എൻ്റെ 6, 7, 8, 10 വയസ്സൊക്കെ ദാരിദ്ര്യമുള്ള കാലമാണ്. അന്നേരം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വകയില്ലാണ്ട് ഈ പാന ഇടിക്കും. അപ്പം അമ്മച്ചി പാന ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉരലിനകത്ത് ഇടിച്ചിട്ട് അത് പിന്നെ തുണി കലത്തിനൊക്കെ കെട്ടിയിട്ട് കലക്കിയിട്ട് ആ പൊടിയെടുത്ത് ഞങ്ങൾ അടയുണ്ടാക്കി തിന്നിട്ടുണ്ട്. പാന കൊണ്ട്. അതിപ്പോൾ ഉള്ളവർക്കൊന്നും അറിയത്തില്ല. അത് ഈ കുടപ്പനയാണ്. അത് വെട്ടിയിട്ടിട്ട് അറഞ്ഞിട്ട് അതിൻ്റെ ഈ കഷ്ണമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ചെറുതാക്കിയിട്ട് ഒരലിട്ടിടിച്ചിട്ട് അതെടുത്ത് പൊടിയുണ്ടാക്കി ഞങ്ങൾ അത് കലത്തിന് ഇടിച്ചിട്ട് അത് വാരി എടുത്തിട്ട് കലത്തിനൊക്കെ തുണി കെട്ടിയിട്ട് കലക്കിയിട്ട് ആ പൊടിയെടുത്തിട്ട് ഞങ്ങൾ അടയുണ്ടാക്കി തിന്നും. പണ്ട് കല്യാണത്തിന് ഇപ്പോഴൊക്കെ കേറ്ററിംഗുകാർക്കല്ലേ കൊടുത്തോണ്ടിരിക്കുന്നത്? പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇല്ല മോനെ, അന്നൊന്നും കേറ്ററിംഗ് ഒന്നും ഇല്ല. നമ്മുടെ കുട്ടികളുടെ കല്യാണത്തിന് പറഞ്ഞാൽ വൈകിട്ട് എന്നതെങ്കിലും ഒരു കപ്പളങ്ങായോ പരിപ്പ് എന്നതെങ്കിലും വെച്ചൊരു കറിയും വെക്കും, ചോറും വെക്കും. പിന്നെ ഈ കന്നുകാലിയൊക്കെ അന്ന് മിക്കവാറും കണ്ടിക്കുക, ഇറച്ചി ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ വൈകിട്ട് ചുമ്മാതൊരു കറി പോലെ വെക്കും. എന്നിട്ട് ഈ കപ്പളങ്ങായും പരിപ്പും കൂടെ കറി വെക്കുന്നതും ഈ എല്ലുകറിയൊക്കെ വൈകിട്ട് വിളമ്പുന്നത് വൈകിട്ടത്തെ അത്താഴത്തിന്. മിച്ച ദിവസം പിന്നെ ഇറച്ചിയും മീനും എല്ലാം കാണും. അങ്ങനെ സദ്യ വെക്കും. കണ്ടിച്ചിട്ട് ഇറച്ചി എടുക്കും. അതിപ്പം ഒരു 5-8 കൂട്ടർ കൂടി അന്ന് പോത്ത് കുറവാണ്. ഈ കാളമൂരികളാണ് കണ്ടിക്കുന്നത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ കല്ലുകൊത്താണ് ഞങ്ങളുടെയൊക്കെ കളി. കല്ലുകൊത്ത, പിന്നെ കുടുകുടു കളി, കല്ലുകൊത്ത, ഇതൊക്കെ ഞങ്ങൾ പെൺപിള്ളേർക്ക്. ആൺപിള്ളേർ കിളികളിയും ഒക്കെ. ഈ വെട്ടുപന്ത് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ വന്നത്? പണ്ട് തൊട്ടുണ്ടായിരുന്നോ വെട്ടുപന്ത് കളി, നാടൻ പന്ത് കളി? പണ്ടുപോലെ പന്തൊക്കെ പിള്ളേർ ഉണ്ടാക്കി ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് പിള്ളേർ പന്ത് കളിക്കുമായിരുന്നു. എൻ്റെ മകളെ കെട്ടിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത്. അതിന് മുമ്പ് വിളക്ക് കത്തിച്ച് വെക്കും. മണ്ണെണ്ണ വിളക്കാണ് കത്തിച്ച് വെക്കുന്നത്. പിന്നെ ഇതുണ്ട്, ഈ ഗ്രാമ്പൂൺപെട്ടി ഉണ്ടല്ലോ, അത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ റേഡിയോ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ആ റേഡിയോ പാട്ട് കേൾക്കും. നമ്മളിപ്പം പിന്നെ കിഴക്കോട്ടോ അല്ലെ മുണ്ടക്കയത്തിനോ അല്ലെ കാഞ്ഞിരപ്പള്ളിക്കോ ഒക്കെ ഉള്ളവർക്ക് എഴുത്തയച്ചിട്ട് അങ്ങോട്ട് നമ്മൾ എഴുത്തയച്ച് കഴിഞ്ഞിട്ട് അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മറുപടി ഇങ്ങോട്ട് അയക്കും. അങ്ങനെ നമ്മൾ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഫോണില്ലല്ലോ. ഉണ്ടായിരുന്നു. ഇതിലെ ആദ്യം വന്ന വണ്ടി സ്വരാജാണ്. പിന്നെ മീനടം ഒക്കെ പിന്നെ പാമ്പാടി കറവച്ചാൽ വണ്ടി വന്നത് സ്വരാജ് ആദ്യം വന്ന വണ്ടി. അത് ആദ്യമേ വണ്ടി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും വണ്ടി പോകുന്ന കാണാൻ. അങ്ങനെ വണ്ടി പോക്കൊന്നും ഇല്ലായിരുന്നു. ബൈക്കൊന്നും അന്നില്ല. കാറുണ്ട്, ബൈക്കില്ല. ഉണ്ടായിരുന്നു. നാടകം ഉണ്ടായിരുന്നു. ബാലയാ കൂടുതൽ, നാടകത്തെ കഴിഞ്ഞും കൂടുതൽ ബാലയാ ഞാൻ കണ്ടിരിക്കുന്നത്. ചെറുപുളിക്കാവിൽ അമ്പലത്തിൽ ബാലയായിരുന്നു കൂടുതൽ, നാടകം അങ്ങനെ കുറവാണ്. പിന്നെ ഈ പള്ളിക്കലൊക്കെ നാടകമൊക്കെ ഉണ്ട്. നാടകം, കഥകളിയുണ്ട്. ചെറുപുളിക്കാവിൽ കഥകളിയുണ്ട്. അത് ആദ്യമേ അവിടെ നടക്കുന്ന കഥകളിയാണ്. അത് അവിടുത്തെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കഥകളിയാണ്. അത് ആദ്യമേ അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള പരിപാടികളൊക്കെ. കഥാപ്രസംഗം, സാംബശിവൻ്റെ കഥാപ്രസംഗം, കൊല്ലംബാബുവിൻ്റെ കഥാപ്രസംഗം, പിന്നെ വീടിരായപ്പൻ്റെ കഥാപ്രസംഗം. വീടിരായപ്പൻ്റെ ചികയുന്ന സുന്ദരി കേട്ടിട്ടുണ്ട്. പിന്നെ പ്രിയ നിൻ്റെ കൊര, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. വീടിരായപ്പൻ്റെ
പിന്നെ ആശുപത്രി പോക്ക് എങ്ങനെയായിരുന്നു? എങ്ങനെ പോകുമായിരുന്നു ആശുപത്രി? ആശുപത്രി നടന്നു പോകും. പാമ്പാടി ഉണ്ടായിരുന്നു. പാമ്പാടി ആശുപത്രിയൊന്നുണ്ട്. ഞങ്ങൾ പാമ്പാടിക്കാണ് പോകുന്നത്, നടന്നാ പോകുന്നത്. മാത്രം സീരിയസ് ആയിട്ട് വല്ല അസുഖമൊക്കെ വരുവാണ് ചികിത്സയ്ക്ക് നമ്മൾ മേലാതെ വരുന്ന എടുത്തുകൊണ്ട് പോകും. കസേരയിൽ എടുത്തുകൊണ്ടാണ് പോണേ. അന്ന് ഓട്ടോയും ഒന്നും ഇല്ലല്ലോ. അന്ന് നടക്കാൻ മേലാത്തവരെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ ആങ്ങളയ്ക്ക് അസുഖം വന്നിട്ട് തോട്ടക്കാട്ട് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അന്ന് പാമ്പാടിൽ അത്രയ്ക്ക് വലിയ പ്രശസ്തി ഇല്ലായിരുന്നു. അതുപോലെ പിന്നെ കസേരയ്ക്കകത്ത് ഈ തുണിക്കസേര ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറ്റി എടുത്തുകൊണ്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോക്ക് കുറവാണ് അന്നൊക്കെ. ഈ പാമ്പടി കൊണ്ടൊക്കെ തീരും. അതിനുള്ള രോഗങ്ങളൊക്കെ വരും. സാധാരണ പനി അസുഖങ്ങളൊക്കെ വരുവുള്ളല്ലോ. പിന്നെ കൂടുതൽ നാട്ടു ചികിത്സ ചെയ്യും. കഷായവും കുഴമ്പും ഒക്കെ. എൻ്റെ ആങ്ങളയ്ക്ക് ഇങ്ങനെ അസുഖം വന്നിട്ട് അവനൊരു കാലിന് തളർച്ച പോലെ വന്നിട്ട് നാട്ടു ചികിത്സ ചെയ്താൽ കുറവായത്. പണ്ട് എങ്ങനെയായിരുന്നു കാലാവസ്ഥ? ഇതുപോലെ തന്നെയായിരുന്നു മഴയൊക്കെ? അല്ല, കാലാവസ്ഥ ഇതിലൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥ പിന്നെ കന്നിമാസം മുതൽ തുലാമാസം ഒരു പകുതി വരെയും തുലാമഴ പെയ്യും. അന്ന് ഭയങ്കര ഇടിയും മഴയൊക്കെ അല്ലേ. തുലാമഴ പെയ്യും. തുലാമഴ കഴിഞ്ഞ് വൃശ്ചികം തനു കഴിഞ്ഞാൽ പിന്നെ മഴയില്ല. പിന്നെ മകരം കുമ്പം കപ്പപാട്ടും കൊയ്ത്തും മെരി അതും അങ്ങനെ മഴയില്ല. അങ്ങനെ അന്നേരം നല്ല കാലാവസ്ഥയായിരിക്കും. കപ്പയൊക്കെ പറിച്ച് വാട്ടി ഉണങ്ങുകയും കണ്ടെത്തി നെല്ല് കൊയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ല വെയിലാണ്. അന്ന് പാത്രങ്ങളൊക്കെ അലൂമിനിയം പാത്രം ഒന്നും കുറവാണ്. നമ്മുടെ വീടുകളിൽ ചട്ടികളാണ്, മൺചട്ടിയാണ്. അലൂമിനിയം കുറവാണ്. എല്ലാവരുടെയും വീട്ടിൽ മൺപാത്രം ഉള്ളത്, അതിനകത്താണ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് ഒന്നും അന്നില്ല. മൺപാത്രങ്ങളും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അലൂമിനിയം പാത്രമൊക്കെ ഉണ്ടായത്. അത് നമ്മുടെ ഇപ്പോഴത്തെ കുപ്പി പ്ലേറ്റ് പോലെയുള്ള സാധനത്തിൻ്റെ കോപ്പയും പിന്നെ ചെറിയ കറിയൊക്കെ വരുമ്പോൾ ചെറിയ സോസറ് അതൊക്കെ ഉണ്ട്. ചിരട്ട കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ? ചിരട്ട കൊണ്ട് തവി മാത്രം. തവി ചിരട്ട കൊണ്ടുണ്ടാക്കും. ഇപ്പോൾ അതെങ്ങും ഇല്ലല്ലോ. ചിരട്ടത്തവി പിന്നെ ഇങ്ങനെ ചന്തയിൽ നിന്നൊക്കെ മേടിക്കും. നല്ല ഭയങ്കര ചന്തയായിരുന്നു. ഞങ്ങൾ പിന്നെ വെളുപ്പിനെ ഞങ്ങൾക്ക് വാഴക്കൊലയും കോഴിപ്പൂവനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി കോഴിയെ വളർത്തുമായിരുന്നു. അന്നേരം 3-4 കോഴിപ്പൂവനെ ഞങ്ങൾ വെളുപ്പിനെ 4 മണിയാകുമ്പം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിൽക്കും. അന്നേരം വെളുപ്പിനെയായിരുന്നു അവിടുത്തെ ചന്ത. വാഴക്കൊലയൊക്കെ കൊണ്ട് രാത്രി ചൂട്ടും കെട്ടിയാണ് മനുഷ്യർ പോകുന്നത് വിൽക്കാൻ. പാ നെയ്യും. ഞാൻ പാ നെയ്തിട്ടുണ്ട്. വാഴ തോട്ടരിയിലൊക്കെ ചെന്ന് തഴം മുറിച്ചെന്ന് വന്നിട്ട് അത് ഉണങ്ങി എടുത്ത് പാ നെയ്ത് ഞാൻ വിറ്റിട്ടുണ്ട്. അന്നൊക്കെ പാ നെയ്തുന്ന പായ്ക്കകത്താണ് കിടക്കുന്നത്. അന്ന് പുൽപ്പായൊന്നും അങ്ങനെ ഇല്ല. പ്ലാസ്റ്റിക് പായ ഇല്ല. ചെരുപ്പൊന്നും ഇല്ലായിരുന്നു മോനെ. ചെരുപ്പ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അതാണെന്ന് ഓർക്കുന്നില്ല. എൻ്റെ ചെറുപ്പത്തിലൊന്നും ചെരുപ്പൊന്നുമില്ല. അന്ന് പൈസ എങ്ങനെയായിരുന്നു? പൈസയുടെ കണക്കൊക്കെ എങ്ങനെയായിരുന്നു? രൂപ അണയൊക്കെ അല്ലായിരുന്നു? 16 അണ 1 രൂപ. അന്ന് അണയാ. അന്ന് ചക്രമുണ്ട്. 28 ചക്രം 1 രൂപ. അന്നത്തെ 28 ചക്രം. അത് പിന്നെ 16 അണ 1 രൂപ. അങ്ങനെയായിരുന്നു. ഇപ്പം 16 അണ. ഞങ്ങളൊക്കെ പഠിക്കുമ്പം അരച്ചക്രം കൊടുത്താൽ മതി, ഒരു കല്യാണത്തിൽ കിട്ടും അരച്ചക്രത്തിന്. അത് ഇന്നത്തെ വിലയ്ക്ക് അത് എന്നാന്നറിയത്തില്ല. അന്ന് അരച്ചക്രം ഒരു കല്യാണത്തിൻ്റെ വില. ഒരു പെൻസിലിന് റോൾ പെൻസിലിന് പിന്നെ 1 ചക്രം. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പഠിച്ചപ്പോൾ. പിന്നെ പേനായൊന്നും അങ്ങനെ കുറവാണ്. മഷിക്കുപ്പിക്കകത്ത് പിന്നെ മഷി കൊണ്ടുപോയി ഈ സ്റ്റീൽ പെൻ കൊണ്ടാണ് പിന്നെ പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് മഷിക്കുപ്പി ഉണ്ടാക്കി അതിനകത്ത് മഷി കലക്കിയിട്ട് അത് മുക്കി എഴുതുമായിരുന്നു. എൻ്റെ മോനെ അന്നൊക്കെ പണിക്കൂലി ചെറിയ കുറവാണ്. അങ്ങനെ എൻ്റെ അച്ഛൻ വെട്ടാൻ പോയാൽ പെട്ടെന്ന് 14 അണയാണ്. 1 രൂപ തികച്ചില്ല. വെറും 14 അണ എൻ്റെ അച്ഛൻ വെട്ടാൻ പോയാൽ കിട്ടുന്നത്. പിന്നെ അമ്മ പണിക്ക് പോയ 8 അണയാണ്. അന്ന് പെണ്ണുങ്ങൾക്ക് കൂലി കിട്ടുന്ന 8 അണയാണ്. 8 അണയും 10 അണയും. ഇപ്പോൾ 10 അണ കുറവാണ്. ചിലയിടത്തൊക്കെ 10 തരും, ചിലയിടത്ത് 8 അണയെ കൊടുക്കുകയുള്ളൂ. അന്നേരം ഒരു ഉച്ചയായിരിക്കൊക്കെ പിന്നെ 3 അണ 4 അണ കൊടുത്താൽ കിട്ടും. അതാ പറഞ്ഞ 4 അണ കൊടുത്താൽ 16 മത്തി കിട്ടുമായിരുന്നു. ഞാൻ പാമ്പാടിച്ചെന്ന് മേടിച്ചിട്ടുണ്ട്. 4 അണയ്ക്ക് 16 മത്തി, നല്ല മുഴുത്ത മത്തി മേടിച്ചിട്ടുണ്ട്. 4 അണയ്ക്ക് ഉണക്കമീനും 4 അണയുടെ പച്ചമീനും മേടിച്ചാൽ ഞങ്ങൾക്ക് ബുധനാഴ്ച മേടിച്ചാൽ ശനിയാഴ്ച വരുത്താനുണ്ട്. പിന്നെയും ശനിയാഴ്ച പിന്നെയും പാമ്പാടി ചന്തയ്ക്ക് പോവുക. അന്ന് ഞങ്ങളുടെ അച്ചാച്ചി 2 രൂപ തരുന്നത് ചന്തയ്ക്ക് പോകാൻ. 2 രൂപ. അന്നൊക്കെ ഈ കാപ്പിത്തൊലി വറുത്തിരിക്കുന്ന കാപ്പിത്തൊലി ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഉലുവയും ജീരകവും ഇട്ട് വറുത്ത് പൊടിച്ച് അതാ കുടിക്കുന്നത്. മധുരമിട്ട കാപ്പിപ്പൊടിയൊന്നും അന്നില്ല.
ഈ കാപ്പി തിളപ്പിച്ച് കട്ടൻ കാപ്പി അനത്തിയിട്ട് അത് കുടിക്കുക. മധുരമൊന്നും ഇട്ട് കുടിയില്ല. പഞ്ചസാര ഒന്നുമില്ല. പഞ്ചാര ഉണ്ടേലും സാധാരണ ഇല്ല, ഒന്നും മധുരട്ട് കുടിയില്ല. കട്ടനാ.